കഴിഞ്ഞ 8-9 മാസമായി കേരളത്തിൽ പിണറായിസത്തെയും മരുമോനിസത്തെയും ഏറ്റവും രൂക്ഷമായി എതിർക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഷാജൻ സ്കറിയ എന്നല്ല, KM ഷാജഹാൻ എന്നല്ല, അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പോലുമല്ല. അതിൻ്റെ ഉത്തരം PV അൻവർ എന്നാണ്. കാരണം കാലത്തും വൈകുന്നേരം ഉച്ചയ്ക്കും ഈ പിണറായിസത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ആളാണ് അൻവർ. ഒരു കാലത്ത് അദ്ദേഹം ആ പിണറായി സഖാവിൻ്റെ ഒക്ക ചങ്ങായിയായിരുന്നു. ഇദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ വരെ പ്രോത്സാഹിപ്പിക്കുക, കൈയടിച്ച് അഭിനന്ദിക്കുകയും ചെയ്ത ആളാണ് പിണറായി സഖാവ്. പക്ഷേ അടുപ്പമുള്ള ആളുകൾ തെറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര തെറ്റിലായിരിക്കും. അങ്ങനെ തെറ്റിയതാണ് ഇവർ രണ്ടുപേരും. എന്തായിരുന്നു തെറ്റാനുള്ള യഥാർത്ഥ കാരണം നമുക്കറിയില്ല. CPM-കാർ പറയുന്നത് ഇദ്ദേഹം ചില സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെയൊക്കെ ഇടനിലക്കാരനായിരുന്നു. പോലീസ് നടപടി ശക്തമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്നുള്ള വരുമാനം ഇല്ലാതായി. അതേ തുടർന്ന് മലപ്പുറത്തെ പോലീസ് സൂപ്രണ്ടിനെതിരായിട്ട് പുള്ളി ആരോപണം ഉന്നയിച്ചു, അയാളെ സ്ഥലം പറ്റിച്ചു. അത് കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്ത് ക്രമസമാധാന പരിപാലന ചുമതല ഉണ്ടായിരുന്ന ADGP-ക്കെതിരെ ആരോപണം ഉന്നയിച്ചു, അയാളെയും ഒരു വഴിക്കാക്കി. അത് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ വലങ്കൈയായ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിച്ചു, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റണം എന്ന് പറഞ്ഞു. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റുന്നത് ശരിയല്ല എന്ന നിലപാട് മുഖ്യമന്ത്രി എടുത്തപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും പിന്നെ അദ്ദേഹത്തിൻ്റെ കൽബിൻ്റെ കൽബായ മരുമോനെതിരായിട്ടും ഈ അൻവർ തിരിഞ്ഞു എന്നാണ്. അൻവർ പറയുന്ന മറിച്ചാണ്. സംഘപരിവാറിൻ്റെ ഏജൻറ്റുമാരാണ് മലപ്പുറം SP-യും ക്രമസമാധാന പരിപാലന ചുമതല ഉണ്ടായിരുന്ന ADGP-യും പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സാക്ഷാൽ മുഖ്യമന്ത്രിയും എന്നൊക്കെയാണ്. മാത്രമല്ല തൃശ്ശൂർ പൂരം കലക്കിയതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇദ്ദേഹം പല സംശയങ്ങൾ ഉന്നയിച്ചു. അതൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പുള്ളി CPM-ആയിട്ട് മൊത്തം തെറ്റുന്നത്. ഇടതുപക്ഷ സ്വതന്ത്രൻ എന്ന നിലവിട്ട് വയനാട് പാർലമെൻറ്റ് സീറ്റിൽ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. പിന്നെ പാലക്കാട്ട് ആദ്യം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പിന്നെ നിർത്തിയ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് അതും കഴിഞ്ഞ് UDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ കൊടുത്തു. അപ്പോൾ തന്നെ ഷാജൻ സ്കറിയയുടെ അടുപ്പക്കാരി എന്ന മുദ്ര കുത്തി ചേലക്കരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എതിരെ പ്രവർത്തിക്കുകയും അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുകയും ഏതാണ്ട് 10,000 വോട്ട് പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല അഭ്യാസങ്ങൾ ഇദ്ദേഹം പയറ്റി. അവസാനം ഈ ഒരു ഗതിയില്ലാത്തവരുടെ അവസാനത്തെ ആശ്രയം എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. അവിടെ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറാം എന്ന് വിചാരിച്ച പുള്ളി കാൽക്കട്ടയിൽ പോയി മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിജിത്ത് ബാനർജിയെ കണ്ട് അവരുടെ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചു. അങ്ങനെ തൃണമൂൽ കോൺഗ്രസ്സുകാരനായിട്ട് ഇദ്ദേഹം നാട്ടിൽ തിരിച്ചു വന്നു. അദ്ദേഹത്തിന് വലിയ വീരോചിതമായ സ്വീകരണം കിട്ടും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്ര വലിയ സ്വീകരണമൊന്നും കിട്ടിയില്ല. എങ്കിൽ പോലും തൃണമൂല തലത്തിൽ വളരെ ശക്തനായ ഒരു നേതാവായിട്ട് അദ്ദേഹം അറിയപ്പെട്ടു. തുടർന്ന് അദ്ദേഹം കേരള നിയമസഭയിലെ അംഗത്വം പുല്ലുപോലെ വലിച്ചെറിഞ്ഞു. വേണമെങ്കിൽ സ്പീക്കർക്ക് നടപടിയെടുത്ത് പുള്ളിയെ പുറത്താക്കാമായിരുന്നു. അതൊക്കെ ഒരുപാട് സമയമെടുക്കുന്ന പരിപാടിയാണ്. പക്ഷേ അൻവർ അങ്ങനെ നടപടിയെടുക്കാൻ വേണ്ടി കാത്തു നിന്നില്ല. ഇടതുപക്ഷത്തിൻ്റെ ലേബൽ കിട്ടിയ MLA സ്ഥാനം പുല്ലുപോലെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഒരു ധീരമായ പ്രഖ്യാപനം നടത്തി, ഇനി നിലമ്പൂരിൽ മത്സരിക്കുന്ന പ്രശ്നമില്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുകയില്ല. എൻ്റെ താല്പര്യം മലപ്പുറം DCC പ്രസിഡൻ്റായ VS ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ്. സത്യം പറഞ്ഞാൽ അൻവറിനെ പോലെ ഒരാളത് പറയുമ്പോൾ അത് നിവർത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസ്സുകാർക്കുണ്ട്. VD സതീശനുണ്ട്, ചെന്നിത്തലയ്ക്കുമുണ്ട്, KC വേണുഗോപാലിനുണ്ട്, K സുധാകരനുമുണ്ട്, എന്തിന് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വരെയുണ്ട്. കാരണം ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണയിലാണല്ലോ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചത്, അല്ലാതെ അവർ തോറ്റുപോയി. അങ്ങനെ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിച്ചതിൻ്റെ പ്രധാന ഉത്തരവാദി അൻവർ ആയതുകൊണ്ട് അൻവറിൻ്റെ ഒരു ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പ്രിയങ്ക ഗാന്ധിക്കും അവരുടെ സഹോദരനായ രാഹുൽ ഗാന്ധിക്കും അമ്മയായ സോണിയാഗാന്ധിക്കും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെക്കുമുണ്ട്. ഒട്ടും കുറയാത്ത ഉത്തരവാദിത്വം അന്ന് KPCC പ്രസിഡൻ്റായിരുന്ന സുധാകരനും പ്രതിപക്ഷ നേതാവും സതീശനും ബാക്കി കോൺഗ്രസ്സുകാർക്കുമുണ്ട്. പക്ഷേ ഇവരാരും ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല. പിന്നെ അൻവർ എന്ന് വെച്ചാൽ അങ്ങനെ ചെറിയൊരാളല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പിതാവ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, മലബാറിലെ തലമുതിർന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. അൻവർ തന്നെ നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗുണഗണങ്ങൾ ഗുണവിശേഷങ്ങൾ എണ്ണി പറയാനുള്ള ആളാണ്. അപ്പോൾ ഇത്രയും പ്രഗത്ഭനായ ഒരാൾ UDFൻ്റെ പാളയത്തിലേക്ക് വരുമ്പോൾ സത്യത്തിൽ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിന് ചുവന്ന പരവതാനി വിരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ത്രിവർണ്ണ പരവതാനിയെങ്കിലും വിരിച്ച് സ്വീകരിക്കേണ്ടായിരുന്നു. അതുണ്ടായില്ല. കോൺഗ്രസ്സുകാർ പുള്ളിയെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഏതാണ്ട് 6 മാസത്തോടെ അടുക്കുന്ന സമയത്താണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്.
ആ സന്ദർഭത്തിൽ അൻവറിൻ്റെ താല്പര്യം പരിഗണിച്ച് VS ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കേണ്ടതായിരുന്നു. ജോയി ആണെങ്കിൽ പരമയോഗ്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ അൻവർ ഇദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഈ സതീശനും അദ്ദേഹത്തിൻ്റെ സിൽബന്ധികളായിട്ടുള്ള KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പിന്നെ UDF കൺവീനറായി വന്നിട്ടുള്ള അടൂർ പ്രകാശും, വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് വന്നിട്ടുള്ള AP അനിൽകുമാറും, നമ്മുടെ വിഷ്ണുവും, അതുപോലെ ഷാഫിയും, ഇവരെല്ലാം കൂടി ചേർന്നൊരു വലിയ തീരുമാനമെടുത്തു. ആര്യടൻ ഷൗക്കത്ത് ആയിക്കോട്ടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അൻവറിന് ജോയിയോടുള്ള താല്പര്യത്തേക്കാൾ കൂടുതൽ ഷൗക്കത്തിനോടുള്ള വിരോധമാണ്. ഷൗക്കത്തിന് ഒരു കാരണവശാലും നിയമസഭയിലേക്ക് അയക്കുകയില്ല എന്ന് ശപഥം ചെയ്തിട്ടുള്ള ആളാണ് അൻവർ. അൻവർ ആദ്യം ജയിക്കുന്നത് തന്നെ ഷൗക്കത്തിനെ തോൽപ്പിച്ചിട്ടാണ്. അതുകൊണ്ട് ഷൗക്കത്ത് വേണ്ട എന്ന അഭിപ്രായം അൻവർ തുറന്നു പറയും, അഥവാ അല്പം ഉറക്കെ ആത്മകഥ ചെയ്തു. അതിൻ്റെ അർത്ഥം അദ്ദേഹം UDF-ആയിട്ട് തെറ്റിപ്പിരിഞ്ഞു പോകാൻ താല്പര്യപ്പെടുന്നുള്ളതല്ല. പക്ഷേ സതീശൻ തീരെ ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി ഷൗക്കത്ത് തന്നെയാണ്. അൻവർ ആലോചിച്ചിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ UDF-നെ പിന്തുണച്ചാൽ മതി എന്ന നിലപാട് സ്വീകരിച്ചു. സത്യം പറഞ്ഞാൽ അൻവർ വളരെ വ്രണത ഹൃദയനായി. അദ്ദേഹം പിണറായിസത്തെയും മരുമോനിസത്തെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് UDF-ലേക്ക് വന്നത്. അയാളുടെ സതീശൻ്റെ വലിയ 80 കണ്ടിട്ടില്ല. അല്ലെങ്കിൽ സണ്ണി ജോസഫിന് അതിൻ്റെ ആ ഒരു ധാടിയും മോടിയും കത്തോലിക്ക സഭയെ അദ്ദേഹത്തിനുള്ള സ്വാധീനവും കണക്കാക്കിയിട്ടല്ല. അതുപോലെ വിഷ്ണുനാഥിൻ്റെയോ ഷാഫി പറമ്പിലിൻ്റെയോ വീരസ്യം കേട്ടിട്ടുമല്ല. PV അൻവർ എന്ന് വെച്ചാൽ വലിയൊരു പ്രസ്ഥാനമാണ്, ഒരു വലിയ പ്രതിഭാസമാണ്. അദ്ദേഹത്തിന് അങ്ങനെ ആരുടെ ഓശാരമൊന്നും വേണ്ട. അവിടെ UDF ജയിച്ച് കാണണം എന്ന് അൻവർ ആഗ്രഹിക്കുന്നത് UDF-നോടുള്ള സ്നേഹം കൊണ്ടും സതീശനോടുള്ള ബഹുമാനം കൊണ്ടൊന്നുമല്ല. അവർക്ക് അദ്ദേഹത്തെ ഈ UDF-നോടും VD സതീശനോടൊക്കെ അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസ്സാണ്, എന്ന് വെച്ചാൽ പുല്ല് വിലയാണ്. പക്ഷേ പിണറായിസത്തെ തോൽപ്പിക്കാൻ, മരുമോനിസത്തെ കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ അവിടെ UDF ജയിക്കേണ്ട അനിവാര്യമാണ് എന്നാണ് അൻവർ സാഹിബ് വിചാരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ വിചാരമില്ല. അവർക്ക് ആങ്ങളെ ചത്താലും വേണ്ടില്ല, നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്ന ചിന്താഗതിയാണ്. LDF സ്ഥാനാർത്ഥി ജയിച്ചാലും വിരോധമില്ല, അൻവർ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നാണ് സതീശൻ്റെ ശാഠ്യം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ സതീശനിസം എന്ന് പറയാം. പിണറായിസത്തിൻ്റെ ഒരു വിപരീത പദമാണ് സതീശനിസം. ഒരാൾ ഹിറ്റ്ലറെ പോലെ പിടിവാശിക്കാരനാണെങ്കിൽ മറ്റൊരാൾ സ്റ്റാലിനെ പോലെ തുർവാശിക്കാരൻ. ഇതാണ് വ്യത്യാസം. സംഗതി ഒന്ന് തന്നെയാണ്, ഇനത്തിൽ ചേരും എന്ന് പറഞ്ഞാൽ കൃത്യമാണ്. അപ്പോൾ സതീശൻ്റെ മറക്കട മുഷ്ടി കാരണം അൻവറുമായിട്ടുള്ള ഒരു പാലം തകരുകയാണ്. UDF-ൽ തന്നെ പല നേതാക്കന്മാർക്കും ഇതിൽ മനസ്താപമുണ്ട്. മുസ്ലിം ലീഗുകാർക്കൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? സതീശൻ ദുർവാസാവിനെ പോലെ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. സണ്ണി ജോസഫും അടൂർ പ്രകാശും ഷാഫി പറമ്പിലും വിഷ്ണുനാഥും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങളായിട്ട് കൂടെ നിൽക്കുകയാണ്. നമ്മുടെ സുധാകരന് തീർച്ചയായിട്ടും മനസ്താപമുണ്ട്. അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനം പോയതിൻ്റെ മനസ്താപം തീർന്നിട്ടില്ല. അതിന് പുറത്താണ് ഇതും കൂടി സംഭവിക്കും. മുരളീധരന് ഉള്ളുകൊണ്ടൊരു കാലുഷ്യമുണ്ട്, പക്ഷേ പുറത്തേക്ക് പറയാൻ നിവൃത്തിയില്ല. ഇതാണ് അവസ്ഥ. പിന്നെ KC വേണുഗോപാൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കും എന്നാണ് അൻവറിൻ്റെ ആകെയുള്ള പ്രതീക്ഷ. അതും അസ്ഥാനത്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം KC വേണുഗോപാലിനോട് താല്പര്യപ്രകാരമാണ് സതീശൻ ഇതുപോലൊരു നിലപാട് സ്വീകരിച്ചത്. അപ്പം അൻവറിന് ഒരു കാരണവശാലും കോൺഗ്രസ് വഴങ്ങുകയില്ല എന്ന് മനോരമയിൽ വരെ വന്നു കഴിഞ്ഞു. മനോരമ പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള അവസാനത്തെ അഭിപ്രായം എന്ന് പറയുന്നത് മനോരമയുടെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ അൻവർ എത്തിയിരിക്കുകയാണ്. അൻവറിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനം കണ്ടാൽ ആർക്കും കരച്ചിലും. അൻവർ തന്നെ അതിൻ്റെ ഒരു ഘട്ടത്തിൽ ഏങ്ങലടിച്ച് കരയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പിണറായിസത്തെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ UDF-നെ സപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ചത്. അത് ഇയാൾ സമ്മതിക്കുകയില്ല. നമ്മൾ കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് സതീശൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സതീശനുമായിട്ട് യോജിച്ചു പോകാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് പിണറായിസത്തെ എതിർക്കുന്ന പോലെ തന്നെ സതീശനിസത്തെയും നമ്മൾ എതിർക്കണം, അല്ലാതെ വേറെ യാതൊരു രക്ഷയുമില്ല എന്നാണ്. പിന്നെ പുള്ളി ഒറ്റയ്ക്ക് മത്സരിക്കാൻ ആലോചിക്കുന്നുണ്ട്. മമതാ ബാനർജിയുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. മമതയുടെ അഭിപ്രായവും അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കണം, എന്നിട്ട് നോട്ടയുമായിട്ട് തീ പറന്ന മത്സരത്തിൽ ഏർപ്പെടണം എന്നാണ്. ഏതായാലും ഇത് ഇവിടെ കൊണ്ട് തീരുന്ന വിചാരിക്കുന്നില്ല. ഈ പിണറായിസത്തെ എതിർക്കുന്നവർ, ഫാസിസത്തെ സാമ്രാജ്യത്വത്തെ എതിർക്കുന്നവർ, അല്ലെങ്കിൽ സ്റ്റാലിനിസത്തെ എതിർക്കുന്നവർ തീർച്ചയായിട്ടും അടുത്ത ഘട്ടത്തിൽ സതീശനിസത്തെയും എതിർക്കേണ്ടി വരും എന്നാണ് അൻവറിൻ്റെ ദുരന്ത കഥ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഗുണപാഠം. ഇത് എത്ര കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവും, ആരൊക്കെ ഇത് അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവും എന്നെനിക്കറിയില്ല. ഏതായാലും അൻവർ സാഹിബിൻ്റെ സ്ഥിതി വലിയ കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിലും ആശങ്കയിലും പങ്കുചേർന്നുകൊണ്ട് തൽക്കാലത്തേക്ക് വിട. ജയ് ഹിന്ദ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.